ഇപ്രാവശ്യം കുറച്ച് നമ്മുടെ രുചി ഓണത്തിന് കുറച്ച് കുട്ടികളെ പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ നമ്മൾ റോയൽ ടേസ്റ്റിൻ്റെ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ കുറച്ച് വെറൈറ്റി കുട്ടികളെ പരിചയപ്പെടാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രാജേഷ് ചേട്ടനോട് ചോദിച്ചു നോക്കാം ഇവിടെ എന്തൊക്കെ കുട്ടികളുള്ളത്. ഇവിടെ നമുക്ക് കടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീട്രൂട്ട് പുട്ടുപൊടി, മുരിങ്ങയില പുട്ടുപൊടി, ക്യാരറ്റ് പുട്ടുപൊടി, റാഗി പുട്ടുപൊടി, കപ്പ പുട്ടുപൊടി, ചക്ക പുട്ടുപൊടി, അപ്പോൾ ഇതൊക്കെ ചെറുപയർ പുട്ടുപൊടി. ബീട്രൂട്ട് പുട്ടുപൊടിയൊക്കെ കുട്ടികൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനം. അതിനൊപ്പം വേറെ കറികളൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പഞ്ചസാര കൊടുക്കുന്നത് നോർമലി കഴിക്കും. സാധാരണ പുട്ട് നമ്മൾ എങ്ങനെയാണോ കുഴച്ചുണ്ടാക്കുന്നത് അതേമാതിരി സ്റ്റീം ഉണ്ടാക്കുന്ന അതേമാതിരി തന്നെ നമുക്ക് തയ്യാറാക്കാം. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വിൽപ്പന എങ്ങനെയാണ്? വിൽപ്പന നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് 1 കിലോൻ്റെയും 1/2 കിലോൻ്റെയും പ്രൊഡക്റ്റ്. പിന്നെ നമുക്ക് കൂടുതൽ ആളുകളുടെ കസ്റ്റമറിൻ്റെ ഇതിനനുസരിച്ച് ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മളത് 5 കിലോ 10 കിലോ പാക്ക് ചെയ്തിട്ട് ഇത് നമ്മൾ കൊറിയറിലും ചെയ്തു കൊടുക്കും. അപ്പോൾ കേരളത്തിന് പുറത്തേക്കും അല്ല എങ്ങനെയായിട്ടാണ്? പൊടിയായിട്ടാണോ അതോ പുട്ടായിട്ടാണോ എങ്ങനെയാണ്? പുട്ടായിട്ടില്ല, പൊടിയായിട്ട് കൊടുക്കാനില്ല. ഓക്കെ, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാം. ഇതിൻ്റെ നമ്മുടെ കൂടുതൽ ഇതിനെ കുറിച്ചിട്ട് പറയാം. നമ്മുടെ തന്നെ ലതിക ചേച്ചി ഇപ്പോൾ എത്രയാണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? 2 മാസമായില്ലേ? അപ്പോൾ ഇതിനൊക്കെ ഇവിടെ എന്താണ് ഇവിടെ റോൾ എന്താ ഇവിടുത്തെ? പ്രൊഡക്റ്റിൻ്റെ ഏരിയ മൊത്തം ലതിക ചേച്ചിയാണോ നോക്കുന്നത്? നമ്മുടെ ഓൾ ഇൻ ഓൾ ആണ് പ്രൊഡക്റ്റിൻ്റെ കൂട്ടായ്മ ആണല്ലോ അല്ലേ? ഓക്കെ. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള പുട്ടുപൊടി ഏതാ? ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഫേമസ് ആയിട്ട് ഇവിടെ പോകുന്നത് ബീട്രൂട്ട്, മുരിങ്ങ, ക്യാരറ്റ്, റാഗി. നമ്മുടെ വൈകുന്നേരങ്ങളിൽ കാലത്ത് വൈകുന്നേരങ്ങളിൽ കൂടുതൽ നമുക്കൊരു 3-4 പേര് നമുക്ക് 3 തരത്തിലുള്ള പുട്ടുകൾ നമുക്ക് തയ്യാറാക്കി. നമുക്കിത് മിക്സ് ആയിട്ട് ഉണ്ടാക്കാം. ആ ഒരു കളറായിട്ട് ഓണത്തിൻ്റെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്. ഇൻഡിപെൻഡൻസ് ഡേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ള, ഓറഞ്ച്, ക്യാരറ്റ് പുട്ടുപൊടി ഉണ്ടോ? അപ്പൊ അങ്ങനെയൊക്കെ ഇവിടെ കുറെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ശരിയാ. നമ്മുടെ കുറച്ച് പുട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് സംഭവം ഇതാണ് പുട്ടുപൊടി ഐറ്റം. ഓ, ഇപ്പൊ ഉണ്ടാക്കാന്ന് എല്ലാം നനച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കി കാണിക്കാം. ഇവിടെ ആവി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് റേറ്റ് നമുക്ക് തുടങ്ങാം. ഇതെന്ത് ബീട്രൂട്ട് ആണോ ആദ്യം ചെയ്യുന്നത്? ഇത് ബീട്രൂട്ട്. ബീട്രൂട്ട് പുട്ടാ നമ്മൾ അത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് തേങ്ങ സാധാ പുട്ടുണ്ടാക്കണ മാതിരി തന്നെ. സാധാ പുട്ടുപൊടി പില്ലിയുന്ന പോലെ പില്ലിയ. പുട്ട് കഴിക്കാൻ പൊതുവെ അതെ ഇന്നത്തെ കാലത്ത് ഈ പുട്ടൊക്കെ കസ്റ്റമേഴ്സ് ആയിട്ട് വരുന്നത്. അതെ, അത് ഇന്നത്തെ കാലത്ത് പുട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി കുട്ടികൾക്കൊക്കെ ഒരു ഇതുള്ളതാണ്. വെറൈറ്റി നമ്മുടെ കേരള ട്രഡീഷണൽ തന്നെ കുറച്ച് വെറൈറ്റി. ഒരു ക്യാരറ്റ് കിട്ടും. അതന്നെ, ഇങ്ങനത്തെ പൊടിയൊന്നും കണ്ടിട്ടില്ല. വേറെ ഇങ്ങനത്തെ വെറൈറ്റി അതന്നെ ഇല്ലില്ല. സാധാ പുട്ടന്നെ എല്ലാവരും ഇങ്ങനെ കിട്ടാറ്. അതെ, വെറൈറ്റി പുട്ടുപൊടി അധികം കഴിച്ചിട്ടില്ല. നമ്മളിവിടെ നമ്മൾ പുറത്ത് കിട്ടുന്ന മാവിനെക്കാട്ടും ഇവിടെ തന്നെ പൊടിച്ചിട്ടുണ്ടായിരുന്നു. 45 രൂപയ്ക്കാണ് 1 ലിറ്റർ മാവ്. അതെ അതെ. അത് നമ്മൾ കാറ്ററിംഗ് വിഭാഗത്തിൽ പോകുമ്പോഴേക്ക് അത് ഒന്നും കൂടി കുറയും. 10 രൂപയ്ക്ക് കുറഞ്ഞിട്ടാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ശുദ്ധമായിട്ട് അതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി. പിന്നെ നമ്മൾ ഇഡ്ഡലി വേണം വെക്കും. ഇപ്പോൾ വീട്ടിൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ചട്നി സാമ്പാർ എല്ലാം വീട്ടിൽ റെഡിയാക്കാം. നമ്മളൊരു 7 രൂപയ്ക്ക് ഇഡ്ഡലി കൊടുക്കുന്നത്. അങ്ങനെ ഏറ്റവും നമുക്ക് എളുപ്പമായിട്ട് നമുക്ക് സന്തോഷത്തോടെ എൻജോയ് ചെയ്യാം. ഇപ്പം അതിൽ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? ബീട്രൂട്ട്, ക്യാരറ്റും പിന്നെ പച്ച ഏതാ? മുരിങ്ങയില. മുരിങ്ങയില പുട്ട് അതൊരു വെറൈറ്റി ആണല്ലോ. നമ്മൾ ഈ പുട്ട് സാധാരണ സ്റ്റീം ഉണ്ടായിട്ട് ഒന്ന് നനച്ച് വെച്ച് അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോഴും കുറച്ച്
വെള്ളം ഒഴിച്ച് നനച്ച് ഒരു നനച്ചോണ്ടിരിക്കുക ആ ഒരു സോഫ്റ്റ് നിലനിർത്തണം. അപ്പഴേ പുട്ട് സോഫ്റ്റ് ആവുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ അതൊക്കെ അല്ലെങ്കിൽ അത് ഇടയിൽ നമ്മളിങ്ങനെ ഒന്ന് ഹോൾസ് വരും. വേറെ ഇങ്ങനെ നമ്മള് പുട്ട് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുകയാണ് ഇതിലോട്ട്. മുരിങ്ങ ഇല്ല ഞാൻ അധികം ഇങ്ങനെ ഒട്ടും കേട്ടില്ല. ബീട്രൂട്ട് നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. മുരിങ്ങ അതെങ്ങനെ പൊടിച്ച് ഇതിന്റെ ഒപ്പം ഇങ്ങനെ പൊടിച്ചെടുക്കണോ? കൂടുതൽ പറയാനായിട്ട് അല്ല അപ്പൊ ബീട്രൂട്ട് ഇങ്ങനെ കഴിയുമ്പോ പുട്ടുപൊടി അധികം കാലം നിൽക്കുമോ? എത്ര കാലം പുട്ട് 6 മാസം വരെ നമുക്ക് അതെ അതായത് നമ്മൾ എന്തും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സേഫ്റ്റി ആയിട്ട് സേഫ്റ്റി അതുണ്ട്. നല്ല സാധനങ്ങളൊക്കെ ഒരു എക്സ്പയർ ഡേറ്റ് ഉണ്ടാവില്ലേ? പ്രിസർവേറ്റീവ് ചേർക്കാത്തോണ്ട് 6 മാസം അല്ലെങ്കിൽ നമ്മൾ കടയിൽ കിട്ടുന്നൊക്കെ കാലങ്ങളോട് നിൽക്കും. അതെ അതെ പ്രിസർവേറ്റീവ് ചേർക്കാത്തോണ്ട് 6 മാസം വരെ എല്ലാം അങ്ങനെ തന്നെയാണ്. അത് 6 മാസം വരെ നിൽക്കുന്നതാണ്. സെറ്റാക്കി എല്ലാം നമ്മളെ ആൾക്കാരെ കൂട്ടായ്മ ടെക്സ്റ്റൈൽസ് രംഗോലി സൂപ്പർ ബുട്ടിക്ക് അതിനോടൊപ്പം രംഗോലി സൂപ്പർ മാർക്കറ്റ് എല്ലാം നമ്മുടെ ഈ ഒരു ഇതിൻ്റെ കീഴിൽ എല്ലാവരും പ്രൊഡക്റ്റുകളില്ല എല്ലാം കൂടി ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് പോവാ ഹാപ്പി ആയിട്ട്. ഗതികത്തിന് വീട്ടിൽ ആരൊക്കെയുണ്ട്? ഒരു മാസമല്ലേ വർക്ക്? ഇപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ? ഒന്നിവിടെ സെറ്റായോ? ഒരു മാസം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് കസ്റ്റമേഴ്സും ആയി വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കസ്റ്റമേഴ്സ് നോർമലി എവിടെ നിന്നൊക്കെയാ വരുന്നത്? കസ്റ്റമേഴ്സ് നമുക്ക് ഇവിടെ അടുത്തുള്ളവരുണ്ട്, പിന്നെ സ്വന്തം കമ്പനി വരുന്നവർ അവരൊക്കെ തമിഴ്നാട്, ബാംഗ്ലൂർ, കർണാടക ഡെലിവറി ഉണ്ടോ അങ്ങനെയൊക്കെ? ഡെലിവറിക്ക് നമ്മൾ നമ്മുടെ കാർഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയല്ല കടകൾക്കാണോ അതോ കടകൾക്ക് നമ്മളിപ്പോൾ സപ്ലൈ തുടങ്ങിയിട്ടില്ല. നമ്മളത് അപ്പൊ നമുക്ക് പുറത്തുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഓർഡർ വന്നാൽ കൊറിയർ ചെയ്ത് കൊടുക്കും. എത്ര ക്വാണ്ടിറ്റി വെച്ചാൽ എത്രയാണ്? അത് നമുക്ക് കൂടുതൽ പാക്കറ്റിലായിട്ടില്ലേ വെക്കുന്നത്? 1 കിലോന്റെ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 200 രൂപ അല്ലേ? ക്യാരറ്റ് വന്നിട്ട് 210. ഹാഫ് വന്നിട്ട് ഹാഫിലും ഉണ്ടല്ലേ? ഈ 2 ഇതിലാണ് നമ്മൾ 140 ഹാഫും ഫുള്ളും 1 kg കിട്ടുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ പച്ചമുളകിന്റെ പൊടിയുണ്ട്. പച്ചമുളകിന്റെ ഫുഡ് അപ്പോൾ നമുക്ക് പച്ചമുളക് വാങ്ങേണ്ട ഇത് ജസ്റ്റ് ഇട്ടാൽ മതി അല്ലേ? അല്ല പുട്ടുപൊടി പച്ചമുളകിന്റെ പച്ചമുളകിന്റെ ഉണ്ട്. അതിനോടൊപ്പം മല്ലി നമ്മൾ മല്ലിയില് മല്ലി പൊടിച്ചു പുറത്തേക്കും കൊടുക്കുന്നു. നമ്മുടെ റോയൽ ടേസ്റ്റിന്റെ ഫുഡ് പ്രോഡക്റ്റ് നമ്മുടെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇവിടെ തന്നെ പൊടിച്ച് മല്ലിപ്പൊടി, മരുമുളക് പൊടി, അതേമാതിരി മറ്റേ എണ്ണ എണ്ണ എങ്ങനെ ലിറ്റർ എത്രയായി? എണ്ണ ലിറ്റർ വന്നിട്ട് 2 പാക്കിനുണ്ട്. സീൽഡ് പാക്ക് എന്ന് പറയുമ്പോൾ അത് സ്റ്റീലിലാണ്. 480 ഇപ്പൊ ഇന്നത്തെ റേറ്റ്. ഇപ്പൊ പിന്നെ നമ്മുടെ നോർമലി കുപ്പിയിലുള്ള സീൽഡ് അല്ല 460. ഈ 2 ഇതിലാണ് നമ്മൾ ഇത് 3 അല്ലേ പുട്ട് നിറച്ചിരിക്കണേ? ഇതിന് 3 പുട്ട് നിറച്ച് വെച്ചിരിക്കുക. ഓ കാത്തിരിപ്പ് സാധനം റെഡിയാകും. 10 മിനിറ്റ് സമയം 10 മിനിറ്റ് കസ്റ്റമർ വന്നാൽ പറയും ഉണ്ടാക്കി വെക്കുന്നില്ല. നമ്മൾ ചുടുചുടുക്കൻ ഉണ്ടാക്കി കൊടുക്കല്ലേ? ഇപ്പൊ കുറച്ച് സമയം വേണമല്ലോ. പുട്ടൊക്കെ ചുടുന്നത് കഴിക്കുമ്പോൾ അതെ ഇതിന്റെ മാച്ചിങ് ആയിട്ടുള്ള വല്ല കറികളോ അങ്ങനെ എന്തെങ്കിലും? കറികൾ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദാസേട്ടന്റെ വറുത്തരച്ച ചിക്കൻ കറി. അത് എല്ലാ പുട്ടുണ്ടോ? അത് ഇന്ന പുട്ടിന് ഇന്ന മാച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാ ചിക്കൻ റോസ്റ്റ് ഉണ്ട്, നല്ല കടലക്കറി ഉണ്ട്, ഇന്ന് ഗ്രീൻ പീസും പുട്ട് അടിപൊളി വറുത്തരച്ച ഗ്രീൻ പീസ്. ഓരോരോ ദിവസം ഓരോ ചിക്കൻ കറി കടലക്കറി വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ അവിടെ
ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് മിക്സ് ആയിട്ട് വേണമെങ്കിൽ അത് പറഞ്ഞാൽ മിക്സ് ആയിട്ട് അങ്ങനെ സ്പെഷ്യൽ ഫുഡ് വേണം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെയുള്ള ഫുഡ് തരും. അവർക്ക് പറഞ്ഞാൽ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അവിടെ വന്നാൽ റെഡി ആയി കിട്ടും. താല്പര്യമൊക്കെ വരിക റോയൽ ടേസ്റ്റിലോട്ട്. ഇവിടെ പ്രൊഡക്റ്റ് ആയിട്ടും കിട്ടും, അതൊക്കെ റെഡി ഫുഡും കിട്ടും ചുരുക്കാൻ തിരുവാഴിയുണ്ട്. അതെ ടേസ്റ്റ് നോക്കിയിട്ട് ആദ്യം ഉപയോഗിക്കും, പിന്നെ മേടിച്ചിട്ട് പോകുന്നൊക്കെ. അപ്പൊ എന്തായാലും കഴിച്ച പിന്നെ എന്തായാലും മേടിച്ചിട്ട് കഴിക്കാൻ പറ്റില്ല, അത്ര ടേസ്റ്റ് അല്ലേ ഇവിടെ. അതിന് അതാണ് കാത്തിരിക്കണം, കഴിച്ചിട്ട് പറയാട്ടോ. അതന്നെ ഈ പ്രൊഡക്റ്റിന്റെ ഇത് തുടങ്ങിയിട്ട് എത്രയായി? 2-3. അപ്പൊ പുതിയതായി തുടങ്ങിയത്. ഇവിടെ പുട്ടുപൊടി മാത്രം, വേറെ എന്തെങ്കിലും വെളിച്ചെണ്ണ വേറെ എന്തെങ്കിലും? ആട്ടി മില്ലുകള് അവിടെ ആട്ടി കൊടുക്കലുണ്ടല്ലോ ഇവിടെ തന്നെ. തയ്യോ ചെറിയ സ്റ്റവാണ് നമ്മൾ സെറ്റപ്പ് ആക്കിയല്ലേ. നമ്മുടെ അടുക്കളയിലൂടെ കസ്റ്റമേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വിളിക്കുന്നത് സെറ്റ് ആക്കിയതുണ്ട്. ഈ ഒരു ഐഡിയ എങ്ങനെ വന്നു, ഇങ്ങനെ വെറൈറ്റി ഫുഡ് തുടങ്ങാം അങ്ങനെ ഒരു ഐഡിയ അല്ലോട്ട്? അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ അതെ അതെ കൺസ്ട്രക്ഷൻ വർക്ക് വില്ലാസ് പല ഭാഗത്തും പോയി നല്ല ചില ഭാഗത്തും അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ ആകുമ്പോൾ നമുക്ക് എല്ലാ സൈറ്റിലേക്കും നമ്മുടെ കസ്റ്റമേഴ്സ് അവർക്ക് അവിടെ നിന്ന് ഒരു ഹൗസ് വാമിങ് വരും, അല്ലെങ്കിൽ അവരുടെ വീട്ടിലൊരു വിശേഷം വരും. അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് നല്ല അപ്പോൾ നമ്മൾ അവർ തമ്മിലെല്ലാം ബന്ധം. അപ്പോൾ ഫുഡിലോട്ട് എങ്ങനെ ശ്രദ്ധ വെച്ചു? പല പല ഫുഡുകളുണ്ടല്ലോ. ഫുഡിലോട്ട് പറഞ്ഞാൽ നമ്മളിവിടെ കൂടുതലും സൈഡിൽ കാണപ്പെടുന്ന ഇഡ്ഡലി അങ്ങനെ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമുക്ക് ചിക്കൻ കറി അങ്ങനെ ഒരു തുടങ്ങിക്കൂടാ. അപ്പൊ ഈ ഒരു വെറൈറ്റികളൊക്കെ അങ്ങനെ ആരാ നിങ്ങളൊക്കെ ഗ്രൂപ്പായിട്ട് തന്നെ ഇരുന്നിട്ട് വെച്ചാൽ ക്യാരറ്റ് ഇതൊക്കെ ഗ്രൂപ്പായിട്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയൊന്ന് നോക്കി അപ്പൊ ശരിയായിപ്പോ ഹോട്ടലിലേക്ക് സപ്ലൈ ഹോട്ടലിലോട്ടൊക്കെ സപ്ലൈ ഉണ്ടോ? നമ്മുടെ ഹോട്ടലിലേക്ക് അങ്ങനെയാണ് തുടങ്ങിയത്. ഇവിടെ എത്ര വർക്കേഴ്സ് ഉണ്ട്? ഇവിടെ താഴെ 6 പേര്. ഇവരൊക്കെ ഇവിടേക്ക് ഇപ്പൊ ജോയിൻ ചെയ്താൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനായിട്ട് ഇങ്ങോട്ട് വന്നാണോ ഹോട്ടലില്? പ്രൊഡക്റ്റിന് വേണ്ടി ഇതിന്റെ അടുത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പാർട്ട്നേഴ്സ് ഇപ്പൊ നിങ്ങൾ എത്ര ആൾക്കാരുണ്ട് ഇവിടെ? 4 പേരുണ്ട്. ഓക്കെ, അപ്പോൾ പായസമൊക്കെ കുറച്ച് ഓണത്തിന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ആദ്യം അവിടെ പോയി മുകളിൽ പരിചയപ്പെട്ടത് അയക്കാതെ. വെറൈറ്റി സ്മെല്ലൊക്കെ വരും. അതന്നെ പുട്ടിൻ്റെ ഒന്ന് നനച്ചേക്കണം. അല്ല ഉണ്ടാക്കാൻ എളുപ്പം, അതുകൊണ്ട് അതിൻ്റെ ഹൈലൈറ്റ്.
ആകാംക്ഷയിൽ അത് എങ്ങനെ വരും ഈ കളറുകളൊക്കെ നമുക്ക് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ കാണുമ്പോൾ നമുക്ക് കണ്ണിലേക്ക് ഒരു ചന്തമാണ്. മുരിങ്ങയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നോർമലി ഞാനൊന്നും മുരിങ്ങ കഴിക്കാത്ത ആളാണ്. അപ്പോൾ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് അറിയാം എങ്ങനെയുണ്ട്, നമുക്ക് ഫുഡായിട്ട് കഴിക്കാൻ പറ്റുമല്ലോ എന്ന്. അത് മാത്രമല്ല അതിന്റെ കളറൊക്കെ എങ്ങനെ വരും, ആകെപ്പാടൊരു ആകാംക്ഷയിൽ ഇരിക്കാതെ കണ്ടിട്ടില്ല. അതിനകത്ത് ഇതിൽ കാണുന്ന പോലെയാണെങ്കിൽ വെന്തതിന് എങ്ങനെ കളറാവുക എന്നൊക്കെ അറിയാൻ ഒരു ആകാംക്ഷയിൽ നിൽക്കുക. ഒന്നായിട്ട് വേണോ? സ്റ്റൗവ് കുറച്ച് സ്റ്റൗവ് ചെറിയ സ്റ്റൗവ് ആയതുകൊണ്ട് 5 കുറ്റി ഒപ്പം ആവില്ല. ഇതിപ്പോ നമ്മൾ ഇതിന് വേണ്ടിട്ട് ഒന്ന് സെറ്റ് ആക്കിയതല്ലേ അതിന്റെ ഒരു ഈ പുട്ടായോ അതിൽ കാര്യം അങ്ങനെ നമ്മളത് സംഭവമായിട്ടുണ്ട്. ഈ വെയിറ്റ് ചെയ്യാൻ ഭയങ്കര ചെറിയ കുറ്റി എടുത്താൽ മതി. ചെറിയ 2 പുതിയൊരു പ്രൊഡക്റ്റ് അല്ലേ, അപ്പൊ എല്ലാവർക്കും അതൊരു ഇതുണ്ടല്ലോ, അതൊന്നും കഴിഞ്ഞത് എങ്ങനെ ഉണ്ടാവും. ഇതിന്റെ ഓർഡർ ഓൺലൈൻ നമ്മളിങ്ങനെ വിളിച്ച ഓർഡർ പറഞ്ഞാൽ പ്രൊഡക്റ്റ് കൊറിയറിൽ കൊടുക്കും. ഇപ്പൊ ഉണ്ടല്ലോ ഡെലിവറി. ഇപ്പൊ ഡെലിവറി ചാർജസ് അതിന് ദൂരം അനുസരിച്ചിട്ട് ലാർജ് ക്വാണ്ടിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ കുറയും കോട്ടൺ. അത് പിന്നെ ലാഭം അങ്ങനെയാണല്ലോ. അതന്നെ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ കുറച്ച് പ്രൊഡക്റ്റ് ആകുമ്പോൾ കുറച്ച് കൊറിയർ ചാർജ് വരും. ഇവിടെ അടുത്തേക്കൊക്കെ ഹോം ഡെലിവറി ഉണ്ടോ ഇതിൻ്റെയൊക്കെ? കൊണ്ടേക്ക് കൊടുക്കും. പുട്ടായിട്ടുണ്ടാവും, നമുക്ക് നോക്കാമല്ലോ. നമുക്ക് നോക്കാം ഞാൻ സംഭവം ഉണ്ട്. അവസരമായി അങ്ങനെ അവിടെ പുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മുകളിൽ ക്യാരറ്റ്, നടുവിൽ മുരിങ്ങ, താഴെ ബീറ്റ്റൂട്ട്. നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ടേസ്റ്റ് ഒക്കെ ഞാൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ലുക്കായി വന്നിട്ടുണ്ട്. ഇവിടെ ഓറഞ്ചും പച്ചയും ബീട്രൂട്ടിൻ്റെ കളറൊക്കെ ആയിട്ട് അടിപൊളി വന്നിട്ടുണ്ട്. നമുക്ക് ക്യാരറ്റും തുടങ്ങാം. പറഞ്ഞത് ക്യാരറ്റിന് ഒരു കുത്തുന്ന ടേസ്റ്റ് അങ്ങനെയൊന്നുമില്ല. ആ പുട്ടിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു ക്യാരറ്റിൻ്റെ ഫ്ലേവറേ വരുന്നുള്ളൂ. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം. ഇനി മുരിങ്ങ ഞാൻ കഴിക്കാത്ത ഒരാളാട്ടോ. അപ്പം ഒന്ന് കഴിച്ചു നോക്കുകയാണേ. എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ ഉണ്ടാവുന്നു മുരിങ്ങ ആയതല്ലേ. ഇത് ഞാൻ കുറച്ച് കഴിക്കാം. കുത്തുന്ന ടേസ്റ്റ് വരുന്നില്ല. അതെ കറക്റ്റാട്ടോ. മുരിങ്ങയുടെ കുത്തുന്ന ടേസ്റ്റ് വരുന്നില്ലേ? അത് മാത്രമല്ല മുരിങ്ങ കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പുട്ടാണ് ഉണ്ടാക്കി കൊടുത്താൽ മതി. മുരിങ്ങയുടെ അധികം ഒന്നും അറിയണമെന്നില്ല. ചെറിയൊരു ഫ്ലേവർ വരും, വളരെ ചെറുതായിട്ട്. ഇനി നമുക്ക് ബീറ്റ്റൂട്ട് കഴിച്ച് നോക്കാവേ. ബീറ്റ്റൂട്ട് ഇതിലുള്ള കുറച്ച് തേങ്ങയൊക്കെ ആയിട്ട് ഇങ്ങനെ തേങ്ങയും കൂടെ ഉള്ളപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇതിൽ തേങ്ങ പോയി. ബീറ്റ്റൂട്ടും നല്ല തേങ്ങ കിട്ടി. ബീറ്റ്റൂട്ടും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്.
അപ്പോൾ ഇത് മൂന്നിലും അതിൻ്റെ കുത്തുന്ന ഫ്ലേവർ അങ്ങനെയൊന്നും വരുന്നില്ല. ഒരു ചെറിയ പുട്ടിൻ്റെ ടേസ്റ്റും അതിൻ്റെ ചെറിയൊരു ഫ്ലേവറേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ക്യാരറ്റ് കഴിക്കാത്തോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ പുട്ടർ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഓണത്തിൻ്റെ തുടക്കം അങ്ങനെ അടിപൊളി പുട്ടായിട്ട് അങ്ങോട്ട് സെറ്റാക്കാം. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ രുചി ഓണത്തിൻ്റെ ഒപ്പം കൂടെ ഉണ്ടായിരുന്ന റോയൽ ടേസ്റ്റിലെ രാജേഷ് ചേട്ടനും നമ്മുടെ ഷെഫായ ദാസേട്ടനും ലതിക ചേച്ചിക്കും ഒക്കെ നന്ദി. അതിനൊപ്പം തന്നെ എല്ലാ പ്രേക്ഷകർക്കും ഒന്നും കൂടി ഓണാശംസകൾ.